ഗുരുവായൂർ ഭക്തിയുടെയും ചൈതന്യത്തിൻ്റെയും ലഹരി പടരുന്ന പുണ്യഭൂമി. പുലർച്ചെ നിർമാല്യം തൊട്ട് തുടങ്ങുന്ന തിരക്ക് അവസാനിക്കുന്നത് രാത്രിയിലെ തൃപ്പുക എന്ന ചടങ്ങോടെയാണ്. ഭഗവാൻ ഉണ്ണിക്കണ്ണനെ പള്ളിയുറക്കുന്ന അതിമനോഹരമായ ആ രഹസ്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് തൃപ്പുക? ദിവസവും അത്താഴ പൂജയ്ക്ക് ശേഷം നടക്കുന്ന അവസാനത്തെ ചടങ്ങാണ് തൃപ്പുക. ഭഗവാനെ ഉറക്കാൻ അഷ്ടഗന്ധം പുകയ്ക്കുന്ന രീതിയാണിത്. ഗന്ധദ്രവ്യങ്ങൾ കനലിലിട്ട് ആ പുക ശ്രീകോവിലിനുള്ളിൽ നിറയ്ക്കുന്നു. ഈ സുഗന്ധം ശ്വസിച്ച് ഭഗവാൻ സുഖമായി ഉറങ്ങുന്നു എന്നാണ് സങ്കല്പം. തൃപ്പുകയുടെ സമയത്ത് ഓലക്കുട പിടിച്ചാണ് മേൽശാന്തി ശ്രീകോവിലിൻ്റെ നടയടയ്ക്കുന്നത്. അകിൽ, ചന്ദനം, കുന്തിരിക്കം തുടങ്ങി 10ഓളം ഔഷധക്കൂട്ടങ്ങൾ ചേർത്താണ് ഈ പുകയുണ്ടാക്കുന്നത്. ഈ സമയത്ത് പുറത്ത് വാദ്യമേളങ്ങളോ ശബ്ദങ്ങളോ ഉണ്ടാവില്ല. തികഞ്ഞ നിശബ്ദത്തിൽ ഭഗവാന്റെ ഉറക്കത്തിനായി പ്രകൃതി പോലും കാത്തിരിക്കുന്ന നിമിഷം. തൃപ്പുക കഴിഞ്ഞ് നടയടച്ചാൽ പിന്നെ പിറ്റേന്ന് പുലർച്ചെ മാത്രമേ നട തുറക്കൂ. ഈ പുകയേറ്റ് ഉറങ്ങുന്ന ഭഗവാനെ സങ്കൽപ്പിച്ച് തൊഴുതാൽ മനസ്സിന് വലിയ ശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിനകത്തെ തീർത്ഥവും പ്രസാദവും എല്ലാം യഥാസ്ഥാനത്ത് വെച്ച് ഭഗവാന്റെ ഉറക്കത്തിന് തടസ്സമാകാതെ ശാന്തിക്കാർ പുറത്തിറങ്ങുന്നു. തിരക്കുകൾക്കും ആഘോഷങ്ങൾക്കും അപ്പുറം ഗുരുവായൂരിലെ ഏറ്റവും ഏകാന്തവും സുന്ദരവുമായ നിമിഷമാണ് തൃപ്പുക. അടുത്ത തവണ ഗുരുവായൂരിൽ പോകുമ്പോൾ ആ പുകയുടെ മണം ശ്വസിച്ച് ഉറങ്ങുന്ന ഉണ്ണിക്കണ്ണനെ ധ്യാനിച്ച് ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ മറക്കരുതേ.